കാശ്മീർ വാലിയിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു നദി എന്ന് പറയുന്നത് ജലനദിയാണ്. ജലനദിയെ ചുറ്റിപ്പറ്റിയാണ് ഈ നാഗരികത ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഹിമാലയൻ നദികൾ ജലനദികളൊക്കെ അറിയാലോ. ജലനദി ശരിക്കും ആരംഭിക്കുന്നത് പീർപഞ്ചൽ, നമ്മൾ വന്ന പീർപഞ്ചൽ മലനിരകളിൽ നിന്നാണ്. നമ്മൾ ഇന്നലെ കണ്ട കുൽഗാം പോയില്ലേ, ആ കുൽഗാമിൻ്റെ കുറച്ചുകൂടി ബാക്ക് സൈഡുള്ള അനന്തനാഗിൻ്റെ ഭാഗമായിട്ടുള്ള പീർപഞ്ചലിൻ്റെ ഏതൊരു മല മുകളിൽ നിന്നാണ് ഇത് ഒഴുകി വരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പല നദികളും കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ പഹൽഗാം എന്ന് വരുമ്പോൾ ലിഡർ ഒരു കുറച്ച് നല്ല അരുവി, രസമുള്ള അരുവിയാണ്. നമ്മൾ വൈറ്റ് കളർ പഹൽഗാമിൻ്റെ ബ്യൂട്ടി അതാണ്. ആ ലിഡർ നദി ഈ ജലനദിയിലേക്ക് വന്ന് ചേർന്ന നദിയാണ്. സോണാമർഗിലേക്ക് പോകുമ്പം സിന്ധ് റിവർ ഉണ്ട്, സിന്ധു അല്ല സിന്ധ് റിവർ. അത് ഇവിടെ വരുമ്പോൾ കാണാം. സോണാമർഗ് പോകുമ്പോൾ അതും ഇതിൻ്റെ കൈവഴിയാണ്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഊളാർ ലേക്കില്ലേ, ഊളാർ ലേക്ക് ഇതിൻ്റെ കണക്ട് ചെയ്യുന്ന വഴിയാണ്. അങ്ങനെ ഒരു 10-700 കിലോമീറ്റർ ദൂരെയുള്ള പിന്നെ ശരിക്ക് സിന്ധു നദിയുടെ ഒരു ഉപനദിയാണ്. ശരിക്ക് ജലനദി അനന്തനാഗിൽ ആരംഭിച്ച് കാശ്മീരിലൂടെ ഒഴുകി ഉളാറൊക്കെ കണക്ട് ചെയ്ത് പിന്നീട് ഈ ഗുറൈസിലേക്ക് പോകുമ്പോൾ ഗുറൈസിൽ നിന്ന് കിഷൻഗംഗ നദിയുണ്ട്. കിഷൻഗംഗ നദിയും ജലം നദിയും കൂടി ചേരും. എന്നിട്ട് നീൽ നദിയായിട്ട് മാറും. നീൽ നദിയായിട്ട് മാറിയിട്ട് പിന്നീട് പാകിസ്ഥാനിൽ എത്തുമ്പോൾ നീൽ നദിയാണത്. പാകിസ്ഥാനിൽ നിന്ന് പിന്നെ ചിനാബിലേക്ക് പോകുന്നു, ചിനാബിൽ നിന്ന് ഇൻഡസിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ എൻഡ്. ഇൻഡസിൻ്റെ ഒരു കഴിവഴിയാണ്. അപ്പോൾ ശരിക്ക് നാഗരികത രൂപപ്പെട്ട് വരുന്നതിൽ ഈ കണക്ഷൻ യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ ജലനദി ശ്രീനഗറിൻ്റെ മധ്യത്തിലൂടെ പോകുന്നത് ശരിക്കും അതിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദി സിറ്റി ഇങ്ങനെ പോവാണ്. ഞാൻ നേരത്തെ ലാൽ ചൗക്കിലെത്തിയ സമയത്ത് ലാൽ ചൗക്ക് നമ്മളെ ക്രോസ് ചെയ്തൊരു പാലം ഉണ്ടല്ലോ, ആ പാലം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ചെറിയ പാലം അപ്പുറത്തുണ്ടായിരുന്നു. അമീറ കദൽ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞാൻ ചിലരോട് പറയുന്നു ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചത്. കാരണം അമീറ കദൽ, ഈ കദൽ പാലം നിർമ്മിക്കുക, അത് ഈ ജലനദിയുടെ 2 ഓരത്താണ് സിറ്റിയുള്ളത്, സിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ പിന്നെ അതായത് മിക്കവാറും ആ സമയത്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഈ ജലനദി ആയിരിക്കണം. കാരണം എല്ലാ സമയത്തും കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാകുന്ന നദിയാണ്. അപ്പോൾ ഈ നദിയുടെ 2 ഭാഗത്തുള്ള പിന്നെ ടൗൺഷിപ്പിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ഘട്ടത്തിലുള്ള റൂളേഴ്സ്, പ്രത്യേകിച്ച് മുസ്ലിം റൂളേഴ്സ് 14-ാം നൂറ്റാണ്ടിന് ശേഷം വന്ന ഷാമീർ ഭരണകൂടവും ചാക്ക് ഭരണകൂടവും പിന്നീട് മുഗൾ ഭരണകൂടവും 7ഓളം പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുണ്ടാക്കിയ ആദ്യത്തെ പാലമാണ് ഈ പാലം. സൈന കദൽ എന്നാണ് ഈ പേര്. അത് 4ാമത്തെ പിന്നെ ഭരണാധികാരി, ഈ മീർ ഭരണകൂടത്തിലെ 4ാമത്തെ ഭരണാധികാരി സൈനുൽ ആബിദീൻ, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തെ ആളുകൾ വിളിക്കുക ബാദ്ഷാ എന്നാണ്. സൈനുൽ ആബിദീൻ നിർമ്മിച്ചുകൊണ്ടാണ് സൈൻ എന്നുള്ള അർത്ഥത്തിൽ സീന, അങ്ങനെ സൈന കദൽ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അതാണ് ശരിക്കും സൈന കദൽ. അത് മരത്തോടാണ് ഉണ്ടാക്കി. അതിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ മതിയോ, അതിൻ്റെ പില്ലേഴ്സും അതിൻ്റെ എല്ലാ സ്ട്രക്ചറും ഉള്ളതും മരമാണ്. പിന്നീട് ആൾക്കാർ കൂടിയപ്പം ഇതിൻ്റെ പേര് പിന്നെ സൈന കദൽ എന്നാണ്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ കുറേ കദലുകൾ, 7ഓളം കദലുകൾ ശ്രീനഗർ നഗരത്തിലുണ്ട് ഈ ജലം നദിയെ കുറുകെ. അതിലൊന്നാണ് നമ്മൾ പിന്നെ ലാൽ ചൗക്ക് കണ്ടത്. കുറച്ചങ്ങോട്ട് പോയി ഹബ്ബ കദലുണ്ട്. ഹബ്ബ കദൽ നമ്മൾ ഈ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ അനുസ്മരിക്കേണ്ട ഒരു പേരാണ്. ഹബ്ബ ഖാത്തൂൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹബ്ബ ഖാത്തൂൻ അറിയപ്പെടുന്നൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ ഈ ഷാമീർ, അതായത് കാശ്മീരിലെ മുസ്ലിം ഭരണാധികാരികൾ ആരംഭിക്കുന്നത് ഈ മീർ ഭരണാധികാരികളാണ്. മീർ ഭരണാധികാരികൾ ഏകദേശം 200ഓളം വർഷം 350 മുതൽ 550 വരെയൊക്കെ കാശ്മീർ ഭരിക്കുന്നുണ്ട്. 4 ആൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷാമീർ, ഷറഫുദ്ദീൻ മീർ, സിക്കന്ദർ, സൈനുൽ ആബിദീൻ. ഈ 4 ആൾക്ക് ശേഷം ഈ 4 ആളുകളും മീർ എന്ന് പറയുന്നത് പേർഷ്യയിൽ നിന്ന് വന്നതാണ്. പക്ഷേ അതിനുശേഷം പിന്നെ കാശ്മീർ ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരി ചാക്ക് ഭരണകൂടമാണ്. ചാക്ക് ഭരണകൂടത്തിൽ യൂസുഫ് ഷാ ചാക്ക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, 2 ഭരണാധികാരിയാണ് പ്രധാനമായിട്ടുണ്ടായത്. എല്ലാം കൂടി എനിക്കൊന്ന് 60 കൊല്ലോ 80 കൊല്ലോ ഭരിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരിച്ച ഭരണാധികാരി യൂസുഫ് ഷാ ചാക്കാണ്. ഈ ചാക്കിൻ്റെ പ്രത്യേകത, അവർ യഥാർത്ഥത്തിൽ കാശ്മീരികളല്ല. അവർ അങ്ങ് ഈ ബാൾട്ടി പിന്നെ ഗിൽഗിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള, അന്നത്തെ ഗിൽഗിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഗുറൈസ് ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട്, അതായത് ലോക്കൽ ട്രൈബ്സ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽസ് എന്ന് പറയുന്ന ആളുകൾ ഭരിച്ച മുസ്ലിം ഭരണാധികാരി അവരെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഹബ്ബ ഖാത്തൂൻ. ഹബ്ബ ഖാത്തൂൻ അന്ന് പിന്നെ നമ്മളിപ്പോൾ ഷാജഹാൻ പിന്നെ ഇവരെക്കുറിച്ച്, മുംതാസ് ബീഗത്തെക്കുറിച്ച് പറയുന്ന പോലെ ഒരുപാട് ലിറ്ററേച്ചറുള്ള ഈ കാശ്മീരി ലോക്കൽ ലാംഗ്വേജിൽ വന്ന റിവ്യൂകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ധാരാളം ലിറ്ററേച്ചറുകൾ, കവിതകൾ, പ്രണയലേഖനങ്ങൾ, പ്രണയ കാവ്യങ്ങളൊക്കെ രൂപപ്പെട്ട പേരാണ് ശരിക്കും ഹബ്ബ ഖാത്തൂൻ. ഇപ്പോൾ ഹബ്ബ ഖാത്തൂൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഹബ്ബ ഖാത്തൂൻ ചാക്കിന് ഈ യൂസുഫ് ഷാ ചാക്ക് അവരെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് അവർ ജീവിക്കുന്നതിനിടയിലാണ്, ആ സമയത്താണ് മുഗളന്മാർ ഇത് പിടിച്ചെടുക്കുന്നത്. 1500 അവസാനത്തിൽ മുഗളന്മാർ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യൂസുഫ് ഷാ ചാക്കിനെ ബന്ദിയാക്കിയിട്ട് ഇവിടത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ ബീഹാറിലെ ബീഹാറിൻ്റെ ക്യാപിറ്റലിൻ്റെ പേരുന്നു പട്നയിലേക്ക് കൊണ്ടുപോയി പാറ്റ്നയിലൊരു ജയിലിലിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് മോചനം കൊടുത്തിട്ടില്ല.
അപ്പോൾ അബ്ബാ ഖാത്തൂൻ ഈ ഖുറൈസിൽ ഒറ്റക്കായി. അങ്ങനെ അബ്ബാ ഖാത്തൂൻ ഖുറൈസിലെ ഒരു മലമുകളിൽ മലൻ്റെ ഓരത്ത് നിന്നിട്ട് കുറേ കരന് അത് അവരുടെ ജീവിതം തീർത്തൊരു സംഭവമാണ്. അത് കാശ്മീർ ലിറ്ററേച്ചറിലെ വലിയൊരു ഒരു പ്രണയകാവ്യത്തിൻ്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് അവിടുത്തെ ഒരു മലൻ്റെ പേര് തന്നെ ഹബ്ബാ ഖാത്തൂൻ ഹിൽസ് എന്നാണ്. അതിനെ ചുറ്റിപ്പറ്റി അത് ഏതാണ്ട് മുഗളന്മാരുടെ കാലത്ത് ഈ ഹബ്ബാ ഖാത്തൂനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതിന് തൊട്ടപ്പുറത്ത് ഹബ്ബാ കത്തൽ എന്ന് പറഞ്ഞാൽ പാലം നടത്താണ്. ഹബ്ബാ കത്തൽ എന്നൊരു പേരുണ്ട്. അപ്പോൾ ഹബ്ബാ കത്തൽ, സൈന കത്തൽ, അമീറ കത്തൽ, അങ്ങനെ 7 കത്തലുകളുണ്ട്. അതിലേറ്റവും ചരിത്രപ്രധാനമായ കത്തലാണ് ഈ രണ്ട്. പിന്നെ എന്താ പറയുക, നദിയുടെ 2 തീരത്തുള്ള ആർക്കിടെക്ചർ നോക്കിയാൽ മനസ്സിലാവും. ശരിക്കും ഇപ്പോഴത്തെ നമ്മൾ ഇന്നലെയൊക്കെ കണ്ട പിന്നെ കാശ്മീർ വീടുകളുടെ ആർക്കിടെക്ചറും ഇവിടുത്തെ ആർക്കിടെക്ചറും തമ്മിലെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ ധാരാളം പള്ളികൾ, ഡസൻ കണക്കിന് പള്ളികൾ ഈ 2 ഓരത്തുണ്ട്. ആ ഭാഗത്ത് കാണുന്ന നമ്മൾ നേരത്തെ കണ്ട കാങ്കായ മൗലിയാണ്. ഈ ഭാഗത്ത് പോയി നമ്മൾ വീടുകൾ, ഈ അർത്ഥത്തിൽ ഇത് വീടുകളാണ്, ഭൂരിഭാഗം വീടുകളാണ്. പിന്നെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, മറ്റ് ആസ്ഥാനങ്ങളുണ്ട്. അതാണ് ഇത് വീട്. ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാത്ത വീടുകളാണ്. ചിലതൊക്കെ ഗവൺമെൻറ് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ റിനോവേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് പരിസരത്തൊക്കെ നമ്മൾ പോകും. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. മേ ബി അതാണ് സാധ്യത. അല്ല, സൈനുദ്ദീൻ സ്ത്രീ അല്ല, സൈനുദ്ദീനെ ഓർമ്മിച്ചിട്ടാണ് സൈന കഥ. സൈനുദ്ദീൻ.